അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു എയർപോർട്ട് റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ആദ്യമായിട്ട് അബ്രോഡ് പോകുന്നവരും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കും വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മളൊരു എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് പ്രൊസീജിയേഴ്സ് എന്നാണ് ഞാൻ സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ജോബ് വാക്കൻസി അതുപോലെ എയർപോർട്ട് റിലേറ്റഡ് വീഡിയോസിന് നമ്മുടെ പേജ് ഒന്ന് ഫോളോയും കൂടി ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഒരു ഇൻ്റർനാഷണൽ ട്രാവലിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 സ്റ്റെപ്പ് മാത്രമേ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുണ്ടാവുള്ളൂ. ആദ്യം തന്നെ കൗണ്ടർ, പിന്നെ ഇമിഗ്രേഷൻ, പിന്നെ സെക്യൂരിറ്റി ചെക്ക്. ഈ ഒരു 3 പ്രോസസ്സാണ് ബേസിക് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കാലിക്കറ്റ് എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ D1 D2 എന്ന് പറഞ്ഞ് 2 എൻട്രി ഗേറ്റ് കാണും. അതിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റ് ഈ ഒരു ലിസ്റ്റിലുള്ള ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് ലെഫ്റ്റിലോട്ട്, അതായത് D1 കയറുന്ന ഫ്രണ്ടിലുള്ള കൗണ്ടേഴ്സ് 1 to 24 വരെ വരുന്ന കൗണ്ടേഴ്സിലായിരിക്കും യൂഷ്വലി അവരുടെ ഫ്ലൈറ്റിൻ്റെ കൗണ്ടേഴ്സ് ഓപ്പൺ ചെയ്യാറുള്ളത്. ഇനിയല്ല ഈ ലിസ്റ്റിലുള്ള ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ റൈറ്റിലോട്ട് D2 എൻട്രി ചെയ്തിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ കൗണ്ടേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്യുക. അതുപോലെ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറും ഈ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ കൗണ്ടർ ഏത് സൈഡിലാണെന്ന് മനസ്സിലായല്ലോ. ഇനി നേരെ കൗണ്ടറിലോട്ട് പോവുക. അവിടെ കൗണ്ടർ സ്റ്റാഫുകൾ ഉണ്ടാകും. അവരുടെ കയ്യിലോട്ട് നിങ്ങളുടെ പാസ്പോർട്ട്, വിസ, വാലിഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും ഹാൻഡ് ഓവർ ചെയ്യുക. അവരത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യും. ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് ഇമിഗ്രേഷൻ. നിങ്ങൾക്ക് എസ്കലേറ്ററോ അല്ലെങ്കിൽ ലിഫ്റ്റോ യൂസ് ചെയ്യാം. നേരെ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇമിഗ്രേഷൻ. ബോർഡിംഗ് പാസ് കിട്ടുന്ന കടമ്പ പോലെ തന്നെയാണ് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞത്. കാരണം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെ വരാം. അപ്പോൾ അങ്ങനെ ഇമിഗ്രേഷനും കഴിഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങളുടെ കയ്യിലുള്ള ലഗേജ്, ഹാൻഡ് ബാഗ്, മൊബൈൽ, ലാബ്, ടാബ്, അങ്ങനെ വാട്ടെവർ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും നിങ്ങൾ അതിൽ വെക്കുക. സെക്യൂരിറ്റി ചെക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു. ഇനി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് ബോർഡിംഗ് സ്റ്റാർട്ട്. യൂഷ്വലി ഫ്ലൈറ്റിൻ്റെ ഡിപ്പാർച്ചർ ടൈമിൻ്റെ 1 hour മുന്നേ ആണ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതെന്തായാലും അവിടെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും, അതൊന്നും ശ്രദ്ധിക്കുക. ബോർഡിംഗ് സ്റ്റാർട്ടായാൽ നിങ്ങളുടെ ബോർഡിംഗ് പാസ് നേരെ കയ്യിൽ കൊടുക്കുക. അവർ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തന്നോളൂ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ പെണ്ണെട്ടാൻ വേണ്ടി ആദ്യമായിട്ട് ഗൾഫ് പോകണങ്ങളെ ചങ്കിന് അതിലൊന്ന് മെൻഷൻ ചെയ്തോളി. അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. അപ്പോൾ until next time, bye bye.